നമ്മളിപ്പോൾ ഉണ്ടല്ലോ ഒരു റെസ്റ്റോറൻറ്റിലാണ്. കഴിക്കാൻ നോക്കിയപ്പോൾ ഒന്നുമില്ല. നേരെ വിട്ടടിച്ച് കഴിക്കാൻ വന്നിരിക്കുക റെസ്റ്റോറൻറ്റിൽ. സത്യം പറഞ്ഞാൽ ഈ വരവ് ഒരു പ്രതീക്ഷിച്ചതല്ല. സാധനമൊക്കെ നോക്കുമ്പോഴേക്ക് കുറേ സംഭവങ്ങളൊക്കെ ഫ്രീസറിൽ ഇരിപ്പുണ്ട്. ഫ്രഷായിട്ട് ഐറ്റംസൊക്കെ വളരെ കുറവാണ്. കുക്ക് ചെയ്യാൻ പറ്റിയില്ല. ഭയങ്കര തിരക്കായിരുന്നു. അതും ഇത് കലവലാതെയായിട്ട് കഴിക്കാനൊന്നുമില്ല. അതുകൊണ്ട് നേരെ വിട്ടടിച്ച് റെസ്റ്റോറൻറ്റിലോട്ട് പോകുന്നു. ഉറങ്ങി എഴുന്നേറ്റ്. അതാണ് ഈ പരിപാടി കാണുന്നത്. അതുകൊണ്ടിപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെയാണ്. ഞങ്ങൾ പലതരത്തിലുള്ള ഫുഡാണ് ഓർഡർ ചെയ്തേക്കുന്നത്. എന്തായാലും ഞാൻ എപ്പോഴും ഓർഡർ ചെയ്യുന്ന പോലെ എനിക്ക് ഫിഷ് ആൻഡ് ചിപ്സ് ഇഷ്ടമാണ്. അതങ്ങ് ഓർഡർ ചെയ്തു. സുരേഷ് തന്നെ ഓർഡർ ചെയ്ത് ബീഫ് ലസാനിയ ഓർഡർ ചെയ്തു. സാലഡൊക്കെ ആയിട്ടല്ലേ. ഉണ്ണിപ്പ ചിക്കൻ നഗറ്റ്സും ചിപ്സും പീസ് അല്ലേ. പൊന്നിനും സെയിം തന്നെ മതി. നമ്മൾ സാധാരണ വേറെയൊക്കെ ഓർഡർ ചെയ്യുന്ന. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ സുരേഷിനുള്ള ചായയാണ്. എനിക്ക് ചായ വേണ്ട. ഞാൻ അതിലൊരു കോൾഡ് ഡ്രിങ്ക് കഴിക്കുന്നത്. മിൽക്ക്. ഇത്ര മിൽക്കാണുള്ളത്. ഞങ്ങളുടെ ചായക്കകത്ത് ഉപയോഗിക്കുന്ന മിൽക്ക് കേട്ടോ. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പോലത്തെ കെറ്റിൽ ടീ പോലെ തന്നെയാണ് കേട്ടോ. അതിനകത്ത് ഹോട്ട് വാട്ടർ ഒഴിച്ച് വന്നതേ ഉള്ളൂ. സുരേഷിന് ഒരു മിൽക്ക് കൂടെ ഒഴിച്ചേക്കാം. ഉണ്ടോ? ഇതിപ്പം കോവിഡിന് ശേഷം നമ്മൾ ആദ്യമായിട്ട് ഇവിടെ വരുന്നത് കേട്ടോ. അതുകൊണ്ട് ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നേരത്തെ നമ്മുടെ ഇഷ്ടത്തിന് പോയി എല്ലാം എടുക്കാമായിരുന്നു. ഇപ്പം അവർ എല്ലാം ഒന്നും നമ്മളെ കൊണ്ട് തന്നെ എടുപ്പിക്കുന്നില്ല. കാരണം എല്ലാവരും കൊണ്ട് കൈ ഇടണ്ടല്ലോ അതിനകത്തല്ല. അതുകൊണ്ടാണ് അവർ തന്നെ തരുവാണ്. മതി കേട്ടോ. 2 ഷൂ പോലെ. ഇപ്പം ഉണ്ടല്ലോ UK എല്ലാ റെസ്റ്റോറൻറ്റുകളും നമ്മൾ പോയി കഴിച്ചു കഴിഞ്ഞാൽ 50% ഫ്രീയാണ്. എനിവെയർ ഇൻ UK. ഗവൺമെൻറ് ഇവിടുത്തെ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. എന്നിട്ട് അവർക്കുള്ള ആ 50% ഗവൺമെൻറ് കൊടുക്കും. എത്ര നല്ല ഗവൺമെൻറ് അല്ലേ. ഈ ആചാരങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ. അതുകൊണ്ട് എല്ലാം തന്നെ 50% ആണ്. അറിഞ്ഞില്ല. ഇവിടെ വന്നിട്ട് വളരെ തുച്ഛമായ പൈസയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ ഫുഡ് വാങ്ങിച്ച് വീട്ടിലുണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ ഇതിലൊക്കെ എന്തോരം രൂപയാണെന്നറിയാമോ. ഇപ്പം വളരെ സിമ്പിളായിട്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ ആകെ പേ ചെയ്ത് എത്രയാണെന്ന് കേൾക്കണോ? £6 എല്ലാവർക്കും കൂടെ. അപ്പം മൊത്തത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്, എന്തൊക്കെയാണ് വന്നു കഴിയുമ്പോൾ അറിയാം. എല്ലാം പറഞ്ഞൊക്കെ ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ എന്തായാലും ടീ സഹിതം പിള്ളേർക്ക് ഡ്രിങ്ക്സും കാര്യങ്ങളും ഫ്രൂട്ട്സും ഉണ്ടായിരുന്നില്ല അതിൻ്റെ കൂടെ. അത് കിട്ടിയില്ലല്ലോ. നമ്മൾ എടുത്തില്ല. നമ്മളോട് എടുത്തോളാനാണ് പോയി പറഞ്ഞത് പിള്ളേർക്കുള്ളത്. എനിവേ നമുക്ക് വരുന്ന വെച്ച് കാണാം. റെസ്റ്റോറൻറ്റ്സിൽ ഇരിക്കുന്ന സീറ്റ്സുകളെല്ലാം സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ് ഇവർ. അത് നന്നായി. അതല്ലേ നല്ല എല്ലാം നല്ല പ്രോപ്പറായിട്ട് ക്യൂബിക്കിലാക്കി വെച്ചിരിക്കുകയാണ്. നമുക്കിതേ ഫിഷ് ചിപ്സ് പീസ് എൻ്റെ സ്ഥിരം ഭക്ഷണം. അവൾ ബാക്കി സോസ് കൊണ്ടുവരാൻ പോയേക്കുക പെങ്കൊച്ച്. ഇത് പൊന്നുമണി. അവൾക്ക് അത് മതി. ഫിഷ് നഗറ്റ്സ് ചിപ്സ് പീസ് സഞ്ജയ്ക്കുട്ടന് സെയിം തന്നെയാണ്. എനിക്കാണ് വെറൈറ്റി സാധനം വരുന്നത്. അതിൻ്റെ സാലഡ്. നാട്ടിലുള്ളവരത് കാണുമ്പോൾ ചിരിക്കുമായിരിക്കുവേ. പച്ചക്കറി അരിഞ്ഞത്. ഇതാണ് എൻ്റെ ഫുഡ്. ബീഫ് ലസാനിയ. ഇത് കണ്ടാലിപ്പം നമ്മുടെ തൈര് പോലെ ഇരിക്കും. പക്ഷെ ഇല്ല കേട്ടോ. ബീഫാണ് ഇതിൻ്റെ അടിയിലുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയാണ് കഴിക്കുന്നേ. പൊള്ളിയോ? നല്ല ചൂടായിരുന്നേ. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. വിശന്നിരിക്കല്ലേ പ്രത്യേകിച്ചും. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. നേരത്തെ കഴിച്ചിട്ടുണ്ട്. പക്ഷെ നല്ലതാണ്. അതുപോലെ നല്ല സാലഡ്. ഇത് ഫിഷ് ആൻഡ് ചിപ്സ്. നമ്മൾ ഫിഷ് ആൻഡ് ചിപ്സിനെ പറ്റി പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ പുതിയ ആൾക്കാർക്ക് വേണ്ടി, നമ്മുടെ പുതിയ ഫാമിലി മെമ്പേഴ്സിന് വേണ്ടിയാണ് പറയുന്നത്. ഇത് നമ്മുടെ ഫിഷ് മുള്ളില്ലാതെ ഫിഷ് എടുത്തിട്ട് അവർ ബാറ്ററിൽ മുക്കി വളർത്തുന്നതാണ്. ഒരു പ്രത്യേക രീതിയിലാണ് അവർ ചെയ്യുന്നത്. ഞാൻ നിബു ബ്രദറിനോടൊന്ന് ചോദിച്ചു നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ ബാറ്റർ റെഡിയാക്കുന്നതെന്ന്. ഫിഷ് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇതുണ്ടോ, ഫിഷ് തന്നെ അകത്തിരിക്കുന്നത് കേട്ടോ.
ഇതാണ് ലസാനിയ ബീഫ് ലസാനിയാണ്. ഇതിനകത്ത് ബീഫുണ്ട്, ചീസുണ്ട്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഒനിയനൊക്കെ ചേർക്കും. ഓരോരുത്തരും ഓരോ രീതിയിലാണ് ചെയ്യുന്നത്. ഇച്ചിരി വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടാവും. സാലഡ്, പിന്നെ ഇത് സാലഡുമായിട്ട് വന്നേക്കുന്നത്. അങ്ങനെ നമ്മളെ കഴിപ്പെല്ലാം കഴിഞ്ഞിട്ട് പതുക്കെ ഷോപ്പിങ്ങിന് ഇറങ്ങി. ഇനിയിപ്പോൾ നാളത്തേക്കൊക്കെ കുക്ക് ചെയ്യണ്ടേ. ഇതാണ് സീ ബ്രീം. എന്നാൽ പിന്നെ കുറച്ച് പേരെ വാങ്ങിച്ചുകൊണ്ട് പോയേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറേ ഫിഷ് ഒക്കെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഒന്നിനെയും കാണാൻ ഒരു ഭംഗിയില്ല. എല്ലാവരും ഏതാണ്ട് പരുവത്തിലൊക്കെ ഇരിക്കുന്നുണ്ടോ. ഇങ്ങനത്തെ രീതിയിലാണ് ഇംഗ്ലീഷുകാർ വാങ്ങിച്ചുകൊണ്ട് പോയി കുക്ക് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ നമുക്ക് പോയി കുക്ക് ചെയ്യാം. പക്ഷെങ്കിൽ ഇതൊക്കെയാണ് നമ്മളിപ്പോൾ കഴിച്ച ഫുഡിന് എന്ന് വെച്ചാൽ ഫിഷ് ആൻഡ് ചിപ്സ് ഒക്കെ ഉണ്ടാക്കാനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ എനിക്കെൻ്റെ ബാറ്റർ എനിക്കത്ര ഷുവറല്ല. നമുക്ക് നിബു ബ്രദറിനോട് ചോദിക്കാം. കണ്ടോ, ഇവിടെ എന്തൊക്കെയോ ഫിഷുണ്ട്, ഷെല്ലുണ്ട്. ഞാൻ ആ ഷെല്ലിനകത്തോട്ട് കിഴിഞ്ഞ് കയറി നോക്കിയിട്ട് അതിനകത്തൊന്നുമില്ല, മീറ്റൊന്നും ഇങ്ങനെ കാണുന്നില്ല. സോ അത് വാങ്ങിയില്ല, വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കണ്ടോ, ഈ സാധനം എങ്ങനെ ഉപയോഗിക്കുന്നത് നമുക്ക് യാതൊരു ഐഡിയയും ഇല്ല. അതിനകത്തോട്ടല്ല, അവിടെ എന്നിട്ട് ചെറുതായിട്ട് പൊളന്ന് നോക്കപ്പോ അതിനകത്തൊന്നും ഇല്ലല്ലോ. ഇല്ലെന്നേ. പ്രോൺ കണ്ടപ്പോ എനിക്ക് വാങ്ങാൻ അടിപൊളി. പക്ഷെ വില കണ്ടപ്പോൾ ഞെട്ടി തരിച്ചു പോയി കേട്ടോ. 21 പൗണ്ടാണ് 1 കിലോയ്ക്ക്. പക്ഷെ നമ്മൾ അന്ന് വാങ്ങിയത് സൂപ്പറായിരുന്നു. നമുക്കൊന്നുകൂടെ അവിടെ നിന്ന് പോകണം സുരേഷ്. അവിടുത്തെ നല്ലതായിരുന്നു. അവിടെ പലതരം ഫിഷും ഉണ്ടായിരുന്നു. നമുക്ക് പോകണം ഇനി ഒന്നുകൂടെ. ഇത് കണ്ടോ, നക്ഷത്ര മത്സ്യം ഇരിക്കുന്നത് കണ്ടോ. അഷ്ടമാസയാ വേണോ? അതിനെ തിന്നുവോ? ഇത് തേണ്ട നല്ല തക്കാളിക്ക, പലതരം തക്കാളിക്ക, പല കളർഫുള്ളായിട്ടുള്ള പോർക്ക് വാങ്ങിച്ചു. പക്ഷെ നമ്മുടെ നാട്ടിലെ പോർക്കാണ് ടേസ്റ്റ് കേട്ടോ. ഇത് 2 കിലോ വളരെ ചീപ്പറായിരുന്നു. 2 കിലോയ്ക്ക് 6 പൗണ്ടേ ഉള്ളൂ. വളരെ ചീപ്പറായിരുന്നു. പക്ഷെ 6 സംതിങ് ക്രിസ്പ്. ഡേഞ്ചറസ് സോണിലേക്ക് കടന്നിരിക്കുകയാണ്. നീ ഇവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് പോകാനാണ് പാട്. നടക്ക്. തുണിക്കകത്ത് കുറേയൊക്കെ വാരി വലിച്ച് നോക്കി. നമ്മളെല്ലാവരും മോശം വരുമോ? എവിടെ ചെന്നാലും വാങ്ങിയില്ലേലും ഒന്ന് എത്തി നോക്കിയില്ലേ ഒരു മനസമാധാനക്കേടാ. അതും കഴിഞ്ഞിട്ട് വേണ്ട മദ്യത്തിൻ്റെ അടുത്തേക്ക് പോയി. ഞങ്ങളങ്ങനെ കുടിക്കുന്നവരൊന്നും അല്ല കേട്ടോ. എന്നാലും നിങ്ങളെ ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് മാത്രം അതിലൊന്ന് പോയെന്നേ ഉള്ളൂ. ചുമ്മാ ഏതാണ്ടൊക്കെ കണ്ട്. എനിക്ക് പിന്നെ ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല. അല്ല സുരേഷും അങ്ങനെ കുടിക്കത്തില്ല. പിന്നെ എന്ത് ചെയ്യുന്നത്? വല്ല പാർട്ടിയൊക്കെ വരുമ്പം ഒരു ശകലം വെള്ളം കുടിച്ചു. ജാക്ക് ഡാനിയൽ ഇരിപ്പുണ്ട് കേട്ടോ. ജാക്ക് ഡാനിയലിൻ്റെ വില അറിയാൻ വേണ്ടി മാത്രം 1 ലിറ്റർ ജാക്ക് ഡാനിയലിന് ഇപ്പം 25 പൗണ്ടിനാണ് ഇവിടെ വിൽക്കുന്നത്. 32 പൗണ്ടായിരുന്നു. 30 പൗണ്ടൊക്കെ ആവും. ഇപ്പം 25 പൗണ്ടിന് ഓഫറാണ് 1 ലിറ്റർ. ബാക്കിയുള്ള എല്ലാ വിസ്കി, ബ്രാൻഡി, വോഡ്ക എല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. നമ്മളെ നോക്കി മാടി വിളിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് വേണ്ട. അയ്യേ, ഇച്ചിച്ചി സാധന. അതുകൊണ്ട് ഞങ്ങൾ വാങ്ങിയില്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ ഇവിടെ കുറച്ച് പേര് ഇരിപ്പുണ്ട്. തൊടാറേ ഇല്ല. അങ്ങനെ നമ്മൾ വീണ്ടും ഷോപ്പിങ്ങുകൾ തുടർന്നുകൊണ്ടേയിരുന്നു. ഇന്നാണ് വയറൊക്കെ നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും വാങ്ങാനൊന്നുള്ള ഒരു മൂഡില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. ചുമ്മാ അതിരയിലേക്ക് നടന്നു അല്ലേ പക്ഷേ പ്രത്യേകിച്ചൊന്നുമില്ല. പിള്ളേർ അവരുടെ വഴിക്ക് പോയാണ്ടൊക്കെ ചോക്ലേറ്റൊക്കെ പെറുക്കാൻ പോയിട്ടുണ്ട്. അവരെ ഞങ്ങൾ കണ്ടില്ല. അതിലേക്ക് അതുങ്ങൾ ഓടി നടപ്പുണ്ട്. ഇവൻ സൂപ്പർ ഒരു സാധനമായിരുന്നു പട്ടിക്കുട്ടൻ. വേറൊരു കട വന്ന് കയറിയതാണ്. നമ്മൾ ഫൗണ്ടൈൻ തപ്പി വന്നതാണ്. അപ്പോഴത്തേക്കാണ് നമ്മുടെ പട്ടിക്കുട്ടൻ എന്നെ നോക്കി ചിരിച്ച് കാണിച്ചത്. അവന് ചുഞ്ഞിരിയായിരുന്നു. ചുഞ്ഞിരി കണ്ടോ, അച്ചടാ. എന്നാ പറഞ്ഞ നല്ല ഒറിജിനാലിറ്റി ഉള്ള ഒരു പട്ടിക്കുട്ടൻ. അത് തന്നെ. അവനെ അവസാനം ഞങ്ങളോട് ഉപേക്ഷിച്ചിട്ട് തൽക്കാലം യാത്രയായി. അതെ, സങ്കടം തോന്നി. അതെ അല്ലേ. ഇതിനൊക്കെ ജസ്റ്റ് 3 പൗണ്ടേ ഉള്ളായിരുന്നു കേട്ടോ. ജസ്റ്റ് കീ ചെയിൻസ് 3 പൗണ്ട്. ദാറ്റ്സ് ഓക്കെ. നല്ല കീ ചെയിൻ ആയിരുന്നു. കീ ചെയിൻസ് എല്ലാം തന്നെ. അങ്ങനെ നമ്മൾ ഫൗണ്ടന്റെ മായാലോകത്ത് വന്ന് കിട്ടിയിരിക്കുകയാണ്. സുരേഷിന് പോണ്ടിൽ വെക്കാൻ വേണ്ടിയുള്ള നോക്കി. പക്ഷെ അന്യ വില കേട്ടോ. ഇതിനൊക്കെ എത്രയാണ്? 635. എല്ലാം 100 മേളിലാണ്. എല്ലാം 10,000 പൗണ്ടിന് റുപ്പീസിന് മുകളിൽ ഈച്ച് പൗണ്ട്. ചിലതൊക്കെ 250 പൗണ്ട്. അങ്ങനെയൊക്കെ പല ടൈപ്പ് ഉണ്ടായിരുന്നു. ഇനി നല്ല രസമാണ്. ഇത് സ്വരം കേൾക്കാൻ നല്ല രസമാണ്. പക്ഷെ നമുക്ക് സ്വരം ഉള്ളത് മതി. ഞാൻ ഉണ്ടാക്കിയെടുക്കാം. എനിക്കിങ്ങനെ സ്വരം കേൾക്കണം. പക്ഷേ ഇപ്പോൾ നമ്മുടെ മീനുകൾക്കെല്ലാം വന്ന് എന്നാ പറയുന്നത് അതിൻ്റെ അടുത്ത് വന്ന് നിൽക്കാം. അത് കണ്ട് വന്നപ്പോഴേക്കും നമ്മുടെ ബുദ്ധൻ്റെ തല നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. നല്ല രസമുണ്ട്. എനിക്ക് ഒരെണ്ണം വാങ്ങിക്കാൻ തോന്നി. അങ്ങനെ നമ്മുടെ ഗാർഡനിൽ അലങ്കരിക്കാനുള്ള ഓരോ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഏതാണെങ്കിലും നമ്മൾ തൽക്കാലം ഒന്നും മേടിക്കുന്നില്ല. നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു വന്ന് വണ്ടി
പതിയെ കേറിയിട്ടുണ്ട്. എല്ലാരും മടുത്തു, വയറൊക്കെ നിറഞ്ഞു. ഉണ്ണിപ്പ എങ്ങനെ ഉണ്ടായിരുന്നു മോനെ? ഉണ്ണിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്? നല്ലതായിട്ട് തോന്നുന്നു. പൊണ്ണുമണിച്ചോ? ഗുഡ്. എല്ലാവർക്കും ഫുഡ് ഇഷ്ടപ്പെട്ടെന്നാണ് പറയുന്നത്. എന്തായാലും മടുത്തു. ഇന്നത്തെ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ അധികം ഉറങ്ങിയില്ല, അതുകൊണ്ട് വെരി ടയേർഡാണ്. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഒരു കൊച്ചു വീഡിയോ ആണ്, ചുമ്മാ ഒരു രസം, പ്രതീക്ഷിക്കാതെ എടുത്തൊരു വീഡിയോ ആണ്. കാണിക്കാൻ വേണ്ടി മാത്രമായിരുന്നു കേട്ടോ. താല്പര്യം കാണുമല്ലോ, കാണിച്ചതേ ഉള്ളൂ. വീഡിയോ എടുക്കാൻ വേണ്ടി പോയതുമല്ല, വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതുമല്ല, എല്ലാം സംഭവിച്ചു പോയി. എല്ലാം പെട്ടെന്നായിരുന്നു, എല്ലാം സംഭവിച്ചു പോയി. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും താങ്ക് യു, ബൈ.